ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വൻ ഭൂരിപക്ഷത്തിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തി. ഫലപ്രഖ്യാപനം നടത്തിയ 298 സീറ്റുകളിൽ 287 സീറ്റുകളും അവാമി ലീഗ് സഖ്യം സ്വന്തമാക്കി. വോട്ടെണ്ണൽ നടന്ന ദിവസം ബംഗ്ലാദേശിലെ വിവിധ ഭാഗങ്ങളിലായി വ്യാപകമായ ആക്രമണങ്ങളാണ് നടന്നത്. കലാപത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. 2 വനിതാ നേതാക്കൾ നേതൃത്വം നൽകുന്ന പോരാട്ടമായിരുന്നു ബംഗ്ലാദേശിൽ നടന്നത്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഖാലിദ സിയയാണ് ഹസീനയുടെ പ്രതിയോഗി. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് 10 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഖാലിയ ജയിലിൽ നിന്നാണ് പ്രതിപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടം നയിച്ചത്. 6 സീറ്റുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന് നേടാൻ സാധിച്ചത്. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ജനാധിപത്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഹസീന അടിച്ചമർത്തുകയായിരുന്നു എന്നാണ് BNP ആരോപിക്കുന്നത്. കനത്ത സുരക്ഷയിലായിരുന്നു ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. 6 ലക്ഷത്തോളം പോലീസുകാരാണ് സുരക്ഷയൊരുക്കിയത്. ഇതിനിടയിൽ ഇരു പാർട്ടി പ്രവർത്തകരും തമ്മിൽ തെരുവിൽ നടന്ന ആക്രമണത്തിനിടയിൽ പോലീസ് വെടിവെപ്പിനെ തുടർന്നാണ് 3 പേർ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.